എല്ലാവർക്കും സൂക്കോ പി എസ് സിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. 18/7/2026 നടന്ന 10th പ്രിലിമിനറി സ്റ്റേജ് 1 എക്സാമിൻ്റെയും ലീക്കായ സ്റ്റേജ് 2 എക്സാമിൻ്റെയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ. വിത്തൗട്ട് ഫർദർ അഡു ലെറ്റ്സ് സ്റ്റാർട്ട്. ആദ്യത്തെ ചോദ്യം: ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നതെവിടെ? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ബംഗളൂരു ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 മെയ് 27 ബംഗളൂരുവിലാണ് നടന്നത്. ബംഗളൂരു വാട്ടർ സപ്ലൈ ആൻഡ് സീവേജ് ബോർഡ് BWSSB എലീറ്റ്സ് ടെക്നോമീഡിയയുമായി ചേർന്നാണ് ഈ ഉച്ചകോടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉച്ചകോടിയായ ഇന്ത്യ AI ഇമ്പാക്റ്റ് ഉച്ചകോടി 2026 ഫെബ്രുവരി 16 മുതൽ 20 വരെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിലാണ് നടന്നത്. അടുത്ത ചോദ്യം: 16ാം കേരള നിയമസഭ തിരഞ്ഞെടുപ്പ് നടന്നതെന്ന്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി 2026 ഏപ്രിൽ 9. 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നത് 2026 ഏപ്രിൽ 9-നാണ്. തിരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണലും ഫലപ്രഖ്യാപനവും 2026 മെയ് 4 നടന്നു. തുടർന്ന് VD സതീശൻ മുഖ്യമന്ത്രിയായി പുതിയ മന്ത്രിസഭയുടെ സത്യപ്രതിജ്ഞ മെയ് 21-നാണ് പൂർത്തിയായത്. അടുത്തത്: ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ മൾട്ടി സ്പോർട്സ് മ്യൂസിയം പശ്ചിമ ബംഗാളിലെ കൊൽക്കത്തയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഫനാറ്റിക് സ്പോർട്സ് മ്യൂസിയം എന്നാണ് പേര്. പ്രശസ്ത കായിക ചരിത്രകാരൻ ബോറിയ മജുംദാറും വ്യവസായി ഹർഷവർദ്ധൻ നിയോട്ടിയും ചേർന്നാണ് ഇത് സ്ഥാപിച്ചത്. അടുത്ത ചോദ്യം: രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ഒഡീഷ. ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒഡീഷ സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്. 1958 ഒഡീഷയിലെ മയൂർഭഞ്ച് ജില്ലയിലാണ് അവർ ജനിച്ചത്. രാഷ്ട്രപതിയാകുന്നതിന് മുൻപ് ഒഡീഷ നിയമസഭാംഗവും ജാർഖണ്ഡ് സംസ്ഥാനത്തിൻ്റെ ഗവർണറുമായി പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതിയായി ശ്രീമതി ദ്രൗപദി മുർമു 2022 ജൂലൈ 25-നാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. സാന്താൽ ഗോത്രവിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയായ ശ്രീമതി മുർമു പ്രതിഭാ പാട്ടീലിന് ശേഷം രാഷ്ട്രപതിയായ രണ്ടാമത്തെ വനിതയാണ്. അടുത്തത്: 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി EP രാജഗോപാൽ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് പ്രശസ്ത സാഹിത്യ വിമർശകൻ EP രാജഗോപാലൻ അർഹനായി. 2021 ഓഗസ്റ്റിൽ പ്രസിദ്ധീകരിച്ച ഉൾക്കഥ എന്ന സാഹിത്യ വിമർശന ഗ്രന്ഥത്തിനാണ് പുരസ്കാരം. ഇന്ത്യയിലെ ആദ്യ ജ്ഞാനപീഠ ജേതാവായ മഹാകവി G ശങ്കരക്കുറുപ്പ് തനിക്ക് ലഭിച്ച സമ്മാനത്തുകയുടെ ഒരംശം നിക്ഷേപിച്ച് രൂപീകരിച്ചതാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റ്. അടുത്ത ചോദ്യം: സമാധാനത്തിൻ്റെ പാലം എന്നറിയപ്പെടുന്നത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി അമാൻ സേതു. ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തിയായ കാശ്മീരിലെ ഉറിയിലുള്ള അമാൻ സേതു സമാധാനത്തിൻ്റെ പാലം എന്നാണ് അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം: സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ B ഹരിനായരാണ്. കേരള സംസ്ഥാനത്തിൻ്റെ ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ B ഹരിനായരാണ്. മുൻ നിയമ സെക്രട്ടറിയായ അദ്ദേഹം 2024 ഫെബ്രുവരിയിലാണ് ഈ പദവിയിൽ ചുമതലയേറ്റത്. അടുത്ത ചോദ്യം: ആസാമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി സർവീസസ് ആണ്. അസമിലെ ദക്കുവാക്കാനെ സ്റ്റേഡിയത്തിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി ഫുട്ബോൾ കിരീടം സർവീസസ് ടീം സ്വന്തമാക്കി. ഫൈനലിൽ കേരളത്തെ എതിരില്ലാത്ത ഒരു ഗോളിന് പരാജയപ്പെടുത്തിയാണ് സർവീസസ് അവരുടെ 8ാമത് കിരീടം നേടിയത്. അഭിഷേക് പവാറാണ് വിജയ ഗോൾ നേടിയത്. അടുത്ത ചോദ്യം: കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി കല്ലേൻ പൊക്കുടൻ. പരിസ്ഥിതി പ്രവർത്തകനും എഴുത്തുകാരനുമായ കല്ലേൻ പൊക്കുടൻ്റെ പ്രശസ്തമായ ആത്മകഥയാണ് കണ്ടൽക്കാടുകൾക്കിടയിലെ എൻ്റെ ജീവിതം. എൻ്റെ രാഷ്ട്രീയ ജീവിതം, ചൂട്ടാച്ചി, കണ്ടൽ ഇനങ്ങൾ എന്നിവയും അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളാണ്. ജയൻ K ചെറിയാൻ സംവിധാനം ചെയ്ത 2012 പുറത്തിറങ്ങിയ പാപ്പിലിയോ ബുദ്ധ എന്ന സിനിമയിൽ കരിയൻ എന്ന മുഖ്യ കഥാപാത്രത്തെ അവതരിപ്പിച്ചത് കല്ലേൽ പൊക്കുടനായിരുന്നു. 2015 സെപ്റ്റംബർ 27-നാണ് കല്ലേൽ പൊക്കുടൻ്റെ അന്ത്യം. അടുത്ത ചോദ്യം: കേരളത്തിലെ നിയമവകുപ്പ് മന്ത്രി ആരാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ VD സതീശൻ. കേരള മുഖ്യമന്ത്രി VD സതീശനാണ് നിലവിലെ കേരളത്തിൻ്റെ നിയമവകുപ്പ് മന്ത്രി. നിയമം, ധനകാര്യം, ലോട്ടറി, തുറമുഖങ്ങൾ, പൊതുഭരണം, വിമാനത്താവളങ്ങൾ, മെട്രോ റെയിൽ, ന്യൂനപക്ഷങ്ങളുടെ ക്ഷേമം തുടങ്ങി എല്ലാ പ്രധാന നയകാര്യങ്ങളും മറ്റൊരിടത്ത് പരാമർശിക്കാത്ത വിഷയങ്ങളും ശ്രീ സതീശൻ വഹിക്കുന്നുണ്ട്.
അടുത്ത ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി വയോജന വകുപ്പ് ആരംഭിച്ച സംസ്ഥാനം? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി കേരളമാണ്. മുതിർന്ന പൗരന്മാരുടെ അവകാശങ്ങളും ക്ഷേമവും സംരക്ഷിക്കുന്നതിനായി ഇന്ത്യയിൽ ആദ്യമായി രൂപീകരിച്ച സംവിധാനമാണ് കേരള സംസ്ഥാന വയോജന കമ്മീഷൻ. ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. കേരള സംസ്ഥാന വയോജന കമ്മീഷൻ്റെ പ്രഥമ ചെയർപേഴ്സണാണ് അഡ്വക്കേറ്റ് കെ സോമപ്രസാദ്. ചെയർപേഴ്സണും 4 അംഗങ്ങളുമാണ് കമ്മീഷനിൽ ഉള്ളത്. കമ്മീഷൻ ചെയർപേഴ്സണിൻ്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമായിരിക്കും. അടുത്ത ചോദ്യം, ഗംഗാ ശുദ്ധീകരണവുമായി ബന്ധപ്പെട്ട പദ്ധതി താഴെ പറയുന്നതിൽ ഏതാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ബി നമാമി ഗംഗ. ഗംഗാ നദിയെ മലിനീകരണത്തിൽ നിന്ന് മുക്തമാക്കാനും നവീകരിക്കാനും ഇന്ത്യ ഗവൺമെൻറ് 2014 ആരംഭിച്ച പദ്ധതിയാണ് നമാമി ഗംഗ. കേന്ദ്ര ജൽശക്തി മന്ത്രാലയത്തിന് കീഴിലുള്ള നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗ NMCG എന്ന ഏജൻസിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. അടുത്ത ചോദ്യം, കേരളത്തിലെ 16ാം നിയമസഭയിലെ ആഭ്യന്തരമന്ത്രി ആരാണ്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി ശ്രീ രമേശ് ചെന്നിത്തല. കേരളത്തിൻ്റെ 16ാം നിയമസഭയിലെ നിലവിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ്. ആഭ്യന്തര വകുപ്പിന് പുറമെ വിജിലൻസ്, കയർ, ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ്, ജയിൽ എന്നീ വകുപ്പുകളുടെയും ചുമതല അദ്ദേഹം വഹിക്കുന്നു. ഓപ്ഷനിലെ മറ്റു മന്ത്രിമാരുടെ വകുപ്പുകൾ കൂടി നോക്കാം. കേരളത്തിൻ്റെ ആരോഗ്യം, ദേവസ്വം വകുപ്പുകളുടെ മന്ത്രിയാണ് കെ മുരളീധരൻ. ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടി വ്യാവസായിക വകുപ്പ്, വിവരവിനിമയ സാങ്കേതിക വിദ്യ എന്നിവ വകുപ്പുകളാണ് വഹിക്കുന്നത്. കേരളത്തിൻ്റെ വൈദ്യുതിയും പരിസ്ഥിതിയും പാർലമെൻ്ററി കാര്യ വകുപ്പും എന്നിവയുടെ മന്ത്രിയാണ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ്. കണ്ണൂർ പേരാവൂരാണ് ഇദ്ദേഹത്തിൻ്റെ മണ്ഡലം. അടുത്ത ചോദ്യം, 2020 രാജ്യത്തെ മികച്ച ഗായികയ്ക്കുള്ള ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി നഞ്ചിയമ്മ. 68ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങളിൽ മികച്ച ഗായികയ്ക്കുള്ള പുരസ്കാരം നേടിയത് നഞ്ചിയമ്മയാണ്. അയ്യപ്പനും കോശിയും എന്ന ചിത്രത്തിലെ കെലഗാത്ത സന്തനമരം വേഗവേഗ പൂത്തിറുക്ക് എന്ന ഗാനത്തിനാണ് നഞ്ചിയമ്മയ്ക്ക് ദേശീയ പുരസ്കാരം ലഭിച്ചത്. ഇരുള ആദിവാസി സമുദായത്തിൽ നിന്നുള്ള വ്യക്തിയാണ് നഞ്ചിയമ്മ. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ മന്ത്രിമാരും അവരുടെ വകുപ്പുകളും തന്നിരിക്കുന്നു. അവയിൽ തെറ്റായ ജോഡിയത്? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. രമേശ് ചെന്നിത്തല ധനകാര്യം എന്ന ഓപ്ഷനാണ് തെറ്റ്. രമേശ് ചെന്നിത്തല നിലവിലെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയാണ്. 10th പ്രിലിമിനറി സ്റ്റേജ് 1 എക്സാമിൻ്റെയും ലീക്ക്ഡായ സ്റ്റേജ് 2 എക്സാമിൻ്റെയും കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളും ഉത്തരങ്ങളും അനുബന്ധ വിവരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. എല്ലാവർക്കും സൂക്കോ PSCയുടെ നന്ദി, നമസ്കാരം.